ഹലോ ഹായ് നമസ്കാരം. നേരെന്ന് പറയുന്ന സിനിമ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം വെച്ച് പറയുകയാണെങ്കിൽ നാളെ റിലീസാവുന്ന സിനിമയാണ്. ട്രെയിലർ റിലീസായിട്ട് കുറേ ആയി. ട്രെയിലർ ഡീകോഡിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്യാമെന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഡിലേ ആയി ഇന്നാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഈ നേരെന്ന് പറയുന്ന സിനിമയുടെ ഒരു തംബ്നെയിൽ എടുത്ത് നോക്കിയാൽ യൂട്യൂബിൽ അവർ കൊടുത്തിരിക്കുന്ന തംബ്നെയിലാണെങ്കിലും ലാലേട്ടൻ്റെയൊക്കെ പ്രൊഫൈലിൽ അവൈലബിൾ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരെന്ന് പറയുന്നത് ഒരു റെഡ് കളറിലൊരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലത്തെ ഒരു സംഭവമുണ്ട്. അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ പുസ്തകത്തിൽ ഒരുപാട് ഡോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ബ്രെയിൽ ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്. കണ്ണ് കാണാൻ സാധിക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ലിപിയാണ് ബ്രെയിൽ ലിപി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമയിൽ അങ്ങനെ ഒരാളുണ്ട്. അത് ആരായാലാണ് സിനിമ കൂടുതൽ എൻഗേജിങ് ആവുകയെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. വാദിയാവുമ്പോഴാണോ, പ്രതിയാവുമ്പോഴാണോ, സാക്ഷിയാവുമ്പോഴാണോ ഇതൊരു വലിയ വിഷയമായിട്ട് മാറുക. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയാൽ വെറുതെ ഒരു രസമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഒരു കേസിൽ കണ്ണ് കാണാനാവാത്ത ഒരാൾ ഇൻക്ലൂഡ് ആവുന്നത് ഒരു വലിയ വിഷയമാവുകയാണെങ്കിൽ അതാരാവുമ്പോഴാണ് എന്നുള്ളത്. അങ്ങനെ അന്വേഷിച്ച് പോയി കഴിഞ്ഞപ്പോൾ 2021 മദ്രാസ് ഹൈക്കോടതി വിധി പ്രസ്താവിച്ച ഒരു കേസുണ്ട്. 2015 കേസ് ആദ്യമായിട്ട് കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നത്. അൻപു സെൽവൻ എന്നയാൾ ചെന്നൈയിലൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. അദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷയിലേക്ക് ഒരു യാത്രക്കാരി വന്ന് കയറുന്നു. പെൺകുട്ടിയാണ്. ആ കുട്ടി ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പക്ഷേ കണ്ണ് കാണാത്തൊരു കുട്ടിയാണ്. ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി ആ പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തി. ആ കുട്ടിയുടെ വായ പൊത്തി പിടിച്ചു, സഹകരിച്ചിട്ടില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇതെല്ലാം ഓരോ വകുപ്പുകളിൽ പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ പെൺകുട്ടി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സംഭവിച്ചു, ആരും അറിഞ്ഞിട്ടില്ലല്ലോ, എനിക്ക് ചീത്തപ്പേരാണല്ലോ എന്നൊക്കെ പറയുന്ന പരിപാടികളൊന്നും ഉള്ളിലേക്ക് എടുക്കാതെ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ആ പെൺകുട്ടി സെഷൻ കോടതിയിലേക്ക് പോയി. അവിടുന്ന് ഹൈക്കോടതിയിലേക്ക് അൻപു സെൽവൻ്റെ വക്കീൽ വാദിച്ചത് ഇങ്ങനെയാണ്. ഈ കേസിൽ പ്രതിയെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ആളെന്ന് പറയുന്നത് കണ്ണ് കാണാത്ത ഒരാളാണ്. എങ്ങനെയാണ് ഇത് ഉറപ്പിക്കാൻ പറ്റുക? ഈ സാക്ഷിയെ നമുക്ക് എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുക? കാരണം ദൃക്സാക്ഷി എന്ന് പറയുമ്പോൾ ദൃഷ്ടിയുള്ള ഒരാൾ തന്നെ കണ്ടിട്ട് വേണ്ടേ അത് പറയാൻ വേണ്ടിയിട്ടെന്ന്. അപ്പോൾ കോടതി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ചും കൂടി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വേറൊരു കാര്യം കൂടി അറിയണം. ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം ഒരു സാക്ഷി എന്ന് പറയുന്നത് നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഐഡൻറ്റിഫൈ ചെയ്യാനും പ്രോപ്പറായിട്ടുള്ള ഒരു ഉത്തരം പറയാനും പറ്റുന്ന ആളായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ സംസാരിക്കാനൊക്കെ പറ്റാത്ത ഒരാളാണെങ്കിൽ എഴുതി കാണിച്ചാൽ മതി എന്നൊക്കെ വകുപ്പുണ്ട്. പക്ഷെ കണ്ണ് കാണാത്ത ആൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യം വരുമ്പോൾ മദ്രാസ് ഹൈക്കോടതി പറഞ്ഞത് ഇങ്ങനെയാണ്. ആ കുട്ടിക്ക് ചിലപ്പോൾ ഒരു വിഷൻ ഇല്ലായിരിക്കും, പക്ഷെ കുട്ടിയുടെ പരാതിയിൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു വിഷനുണ്ട്. കാരണം ആ പെൺകുട്ടി ശബ്ദം കൊണ്ട് ആളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ എത്തപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് വേറെ ആൾക്കാരൊന്നും ഇല്ലാത്തൊരു സ്ഥലവുമാണ്. ഇതേ കാര്യവും ഇതേ വാദവുമായി കേസ് സുപ്രീം കോടതിയിലേക്ക് നീണ്ടപ്പോഴും ഒരാൾ ഹാൻഡിക്യാപ്ഡ് ആണ് എന്നുള്ള കാരണം കൊണ്ട് അയാൾ പറയുന്ന സാക്ഷിമൊഴിയെ നമുക്ക് ഒഴിവാക്കാനാവില്ല എന്നുള്ളതാണ്. പിന്നെ സാഹചര്യ തെളിവുകളൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. എന്തായാലും അൻപു സെൽവന് ശിക്ഷ വിധിച്ചുകൊണ്ട് മദ്രാസ് ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിക്ക് യാതൊരു മാറ്റവും ഉണ്ടാക്കാതെയാണ് സുപ്രീം കോടതിയും കേസ് കൈകാര്യം ചെയ്തത്. ഇത് ഇത്രയും ഇവിടെ പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, കണ്ണ് കാണാനാവാത്ത ഒരാൾ അയാൾ മറ്റൊരാൾക്കെതിരെ പരാതി കൊടുക്കുകയാണ്, പ്രത്യേകിച്ച് ഒരു പീഡന പരാതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗംഭീര സ്റ്റേറ്റ്മെൻറ്റാണ് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞത്. ഇനി നമുക്ക് നേരിലേക്ക് വരാം. ദൃശ്യം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ, ദൃശ്യം 2 ഇറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയ ഒരു കാര്യം, ജിത്തു ജോസഫ് ഏറ്റവും അധികം വിമർശനം ഏറ്റുവാങ്ങിയ ഒരു കാര്യം, ഇപ്പോൾ ഈവൻ ഞാനും വിമർശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ജോർജ് കുട്ടി എന്ന് പറയുന്ന ഗൃഹനാഥൻ ജയിച്ച കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. പുള്ളി വിജയിച്ചു, പോലീസിനൊന്നും വിട്ടുകൊടുത്തില്ല. പക്ഷേ അയാളുടെ മൂത്ത മകളുടെ ജീവിതം മുഴുവൻ നശിപ്പിക്കപ്പെട്ടതുപോലെയാണ്. കാരണം ആ കുട്ടിക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റുന്നില്ല, ഉണരാൻ പറ്റുന്നില്ല, ജീവിക്കാൻ പറ്റുന്നില്ല. അവളുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് മാറി വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോയി. മാത്രമല്ല, തനിക്ക് നേരിട്ട അനീതിക്കെതിരെ പോരാടാനുള്ള അവളുടെ അവകാശത്തിനെയാണ് അയാൾ അവിടെ ഹനിച്ചിരിക്കുന്നത്. എതിരഭിപ്രായമുള്ളവരുണ്ടാവും. കാരണം ജോർജ് കുട്ടിയെ പോലെ ചിന്തിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ പുരുഷന്മാരും. ആ പൗരുഷത്തെ അംഗീകരിക്കുന്ന, സ്നേഹിക്കുന്ന ആളുകളാണ് മറ്റൊരു വലിയ വിഭാഗം സ്ത്രീകളും. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ ആംഗിളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് മലയാളി മനസാക്ഷി അല്ല, ഇന്ത്യൻ മനസാക്ഷിക്ക് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ദൃശ്യം സീരീസ് ഇത്ര വലിയൊരു വിജയമായിട്ട് മാറുന്നത്. പക്ഷേ ഈ സിനിമയിൽ ട്രെയിലർ നോക്കുകയാണെങ്കിൽ ഈ സിനിമ ഒരു കറേജിൻ്റെ കഥയാണെന്ന് പറയുന്നുണ്ട്, റെസിലിയൻസിൻ്റെ കഥയാണെന്ന് പറയുന്നുണ്ട്, ജസ്റ്റിസിൻ്റെ കഥയാണെന്ന് പറയുന്നു. സോ ഇവിടെ പോരാടാൻ തീരുമാനിച്ചുറപ്പിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണ് നമ്മൾ കാണുന്നുണ്ടാവുക. നേര് ഒരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമയാണെന്നാണ് അവർ പറയുന്നത്. നമുക്ക് ട്രെയിലറിലേക്ക് പോകാം. ട്രെയിലർ ഫസ്റ്റ് നമ്മൾ കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുമ്പ പോലീസ് സ്റ്റേഷനാണ് എന്ന് പറയുന്നതാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് കുറച്ച് പോലീസുകാർ ഇറങ്ങുന്നുണ്ട്. നടൻ ഗണേഷ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അക്കൂട്ടത്തിൽ വനിതാ പോലീസ് കൂടിയുണ്ട്. അത് മിക്കവാറും സംഭവിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ മൊഴിയെടുക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അപ്പോൾ കൂടെ ഒരു വനിതാ പോലീസ് ഉണ്ടായിരിക്കണം എന്നൊരു നിയമമുണ്ടല്ലോ. അതുകൂടാതെ ആ വനിതാ പോലീസിൻ്റെ കയ്യിലൊരു എഴുതാനൊക്കെയുള്ള
ഒരു പാഡൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനോ തെളിവെടുക്കാനോ ഒരു പെൺകുട്ടി കൂടി ഇൻക്ലൂഡഡ് ആണ് എന്ന് ഓൾറെഡി ഉറപ്പുള്ളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ആ ചെന്ന് കയറുന്ന ഷോട്ട് നമ്മൾ കാണുന്നത് അത്യാവശ്യം സാമ്പത്തികമൊക്കെയുള്ള ഒരു വീട്ടിലെ ഒരു സെഡാൻ കാർ പുറത്ത് കിടപ്പുണ്ട്. പിന്നെ ആ വീട്ടിലൊരു രസമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നമുക്ക് കുറച്ച് പ്രതിമകൾ കാണാൻ പറ്റും, പല രൂപത്തിലുള്ള. അതിലൊരു പ്രതിമയുടെ, അതായത് പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തൊട്ടടുത്തുള്ള പ്രതിമയുടെ അവിടെ ഒരു ചട്ടി പോലൊരു സാധനമുണ്ട്, വേറെയും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓൾറെഡി ആരോ ഈ പരിപാടി അവിടെ ചെയ്യുന്നുണ്ട്. അതായത് ഈ പ്രതിമയുണ്ടാക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ ചെയ്യുന്നുണ്ട്. അത് അനശ്വര അവതരിപ്പിക്കുന്ന കഥാപാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കാരണങ്ങളിലേക്ക് വരണമെങ്കിൽ അടുത്ത ഷോർട്ട് ട്രെയിലറിൽ നമ്മൾ നോക്കണം. ജഗദീഷ്, ഗണേഷ്, മറ്റ് 2 പോലീസുകാർ ഇവരൊക്കെ ആയിട്ട് ഒരു മുറിക്കകത്തേക്ക് കയറി വരികയാണ്. അപ്പോൾ ഗണേഷ് കുമാർ ആദ്യം കയറി കഴിഞ്ഞ് ആ മുറിയിലൊക്കെ നോക്കുന്നുണ്ട്. ഓൾറെഡി അവിടെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. പുള്ളിക്കൊരു പുതുമയൊന്നും അതിൽ ഫീൽ ചെയ്തിട്ടില്ല. അതായത് ഒരാൾ മരിച്ചു കിടക്കുന്നതോ ഒരാൾ പീഡിപ്പിക്കപ്പെട്ടതോ, അതായത് നമ്മൾ കണ്ടാൽ ഞെട്ടുന്ന, നമുക്ക് അത്ര പരിചിതമല്ലാത്ത സാധനങ്ങളൊന്നും പുള്ളി അവിടെ കണ്ടിട്ടില്ല. എന്തോ ഒരു സാധനം കണ്ടു കഴിഞ്ഞപ്പോൾ അതിലൊന്നിലേക്ക് ചൂണ്ടിക്കൊണ്ടാണ് ജഗദീഷ് പറയുന്നത് ഇതാണ് സാറിന്. അപ്പോൾ അതൊരു സാധനമാണ്, അതൊരു തെളിവാണ്. അത് ഇതാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് കഴിയുമ്പോഴാണ് ഗണേഷ് കുമാർ ഞെട്ടുന്നത്, മറ്റേ കൂടെയുള്ള പോലീസുകാർ ഞെട്ടുന്നത്. അതിനുശേഷം പുള്ളി ഒരു ലുക്ക് കൊടുക്കുന്നുണ്ട്. ആ ലുക്ക് കൊടുക്കുന്ന മിക്കവാറും അനശ്വരൊക്കെ ആയിരിക്കും. ഇവർ ഈ മുറിയിലേക്ക് കടന്നു വന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ ഒരു സ്വിച്ച് ബോർഡുണ്ട്. ആ സ്വിച്ച് ബോർഡിൽ ഈ വിരൽ കൊണ്ട് നമ്മളിങ്ങനെ വിരലിൽ ചെളിയൊക്കെ ആയതിനു ശേഷം ഇങ്ങനെ തോണ്ടി വെച്ചതുപോലെ കുറേ പാടുകൾ കാണാൻ പറ്റും. അതായത് സ്വിച്ച് ബോർഡ് അവിടെ ഉണ്ട് എന്നറിയാതെ ആരോ സ്വിച്ച് ബോർഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് അവരുടെ കയ്യിലുള്ള അഴുക്ക് ഭിത്തിയിലും ആ സ്വിച്ച് ബോർഡിലും പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. അത് അനശ്വരയുടെ കഥാപാത്രം തന്നെയായിരിക്കും. കാരണം പുള്ളിക്കാരിക്ക് ഈ സിനിമയിൽ കാഴ്ചശക്തി ഉണ്ടാവില്ല. അപ്പോൾ കാഴ്ച ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് ഈ സ്വിച്ച് ബോർഡുമായിട്ട് അവർ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഈ സിനിമയിൽ ജന്മന കാഴ്ചശക്തി ഇല്ലാത്ത ഒരാളായിട്ടല്ല അനശ്വരയുടെ കഥാപാത്രം ഉണ്ടാവുക. ഗ്രാജുവലി അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ വളരെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മാത്രം അത് നഷ്ടപ്പെട്ടു. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിലൂടെ കടന്നു പോകുന്ന ആളായിരിക്കും. നല്ല വെളിച്ചമുള്ള സമയത്ത് കാണാൻ പറ്റും, വെളിച്ചം കുറവുള്ളപ്പോൾ കാണാൻ ബുദ്ധിമുട്ടുന്നു എന്ന് പറയുന്നത് പോലെയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യമാവാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലുള്ളത്. അനശ്വര ഈ ട്രെയിലറിൽ മറ്റൊരു ഷോട്ട് കാണിക്കുന്ന സമയത്ത് മോള് ടെൻഷൻ അടിക്കണ്ടെന്നോ അങ്ങനെ എന്തോ ജഗദീഷിൻ്റെ ക്യാരക്ടർ പറയുന്ന സമയത്ത് ഒരു പുസ്തകം എടുത്ത് മടിയിൽ വെച്ചിട്ടുണ്ട്. വിരലുകൊണ്ടാണ് വായിക്കുന്നത്, അതും ബ്രെയിൽ ലിപിയിലാണ് വായിക്കുന്നത്. ഒരു പ്രാക്ടീസ് ചെയ്യുന്നതാവാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പുറത്ത് പ്രതിമ ഉണ്ടായിരുന്നു, ആ പ്രതിമ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു, കളിമണ്ണോ മറ്റോ ഒക്കെ ആയിരിക്കാം. എന്തായാലും ഈ മുറിക്കകത്തും ഇതുപോലൊരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ രൂപം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മുറിയിൽ പുറത്തേക്കകത്തേക്കൊക്കെ പോകുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും ഈ കയ്യിൽ ചളിയോടുകൂടി സ്വിച്ച് ബോർഡിൽ പിടിക്കേണ്ടി വന്നിട്ടുണ്ടാവുക. ആ വീട്ടിലെ മറ്റ് പല സാധനങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനൊക്കെ ഒരു ആർട്ടിസ്റ്റിക് ഒരു ലുക്കൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിക് മൈൻഡുള്ള ഒരാളാണ് ആ വീട്ടിലെ പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത്. അത് ജഗദീഷ് ആൻഡ് അനശ്വരയുടെ ക്യാരക്ടറിന് ഒരു ഉമ്മച്ചി കൂടി ഉണ്ടാവും, ഒരു മുസ്ലിം ക്യാരക്ടറാണ്. അതും കൂടി ചേർത്ത് നമ്മൾ വായിക്കണം കേട്ടോ. ഒരു മുസ്ലിം ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഈ സമുദായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലുള്ളൊരു കാര്യത്തിനെതിരെ പോരാടാൻ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ വേണ്ട മോളെ ശരിയാവില്ല എന്നൊക്കെ പറയുന്നത്, അതിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് എനിക്ക് സത്യം തുറന്നു പറയണം എന്നാഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയും ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അച്ഛനെയുമാണ് നമ്മൾ ഈ സിനിമയിൽ കാണാൻ പോകുന്നത്. സോ എന്താണ് ഗണേഷ് കുമാറിൻ്റെ ക്യാരക്ടർ കണ്ട് ഞെട്ടിയത്? അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. തൊട്ടടുത്ത ഷോട്ടിൽ നമ്മൾ കാണുന്നത് സെഷൻസ് കോടതിയാണ്. സെഷൻസ് കോടതിയുടെ പുറത്ത് പോലീസുകാരും വക്കീലും എല്ലാം ഉണ്ട്. പക്ഷേ ആ കോടതിയുടെ ഏറ്റവും മുകളിൽ ഹോസ്റ്റൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഹോസ്റ്റൽ തിരഞ്ഞെടുത്തതിന് ശേഷം അതിലെ ഹോസ്റ്റൽ എന്നുള്ളത് VFXൽ മായ്ക്കാമെന്ന് വെച്ചിട്ട് മറന്നുപോയതാണോ അതോ പഴയ ബിൽഡിംഗ് ഒക്കെ ആണല്ലോ, അപ്പം പണ്ട് ഇതൊരു ഹോസ്റ്റലും കാര്യമൊക്കെ ആയിരുന്നിരിക്കും, പിന്നീട് അത് കോടതിയായിട്ട് മാറിയതാണ് എന്ന് പറയുന്നൊരു സാധനമാണോ എനിക്കറിയില്ല കേട്ടോ. എനിക്കെന്തായാലും ആ ഹോസ്റ്റൽ എന്നുള്ളത് ശ്രദ്ധിക്കാമായിരുന്നു എന്ന് തോന്നി. എന്തായാലും ഒരു കേസ് നമ്പർ വിളിച്ചിട്ട് 2022 ഒരു കേസ് നമ്പർ വിളിച്ചിട്ട് പ്രതി മൈക്കിൾ എന്ന് പറയുന്നുണ്ട്. മൈക്കിൾ എന്ന് പറയുന്ന സമയത്ത് ഒരു യുവാവായിട്ടുള്ള ആൾ ഈ ജയിലിൽ വിസിറ്റേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന മുറിയിലേക്ക് കയറി വരുന്ന കാണുന്നുണ്ട്. അത് ശങ്കർ ഇന്ദുചൂഡൻ എന്ന് പറയുന്ന ഒരു അഭിനേതാവാണ്. പുള്ളി ഞാൻ ഒരേ ജിമ്മിലാണ്. അപ്പോൾ ഈ നേരെന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ട് തുടങ്ങുന്ന സമയത്തൊക്കെ ഇടയ്ക്ക് സംസാരിച്ചിട്ടുണ്ട്. പുള്ളി എന്നോട് കഥയൊന്നും പറഞ്ഞിട്ടില്ല. ജിത്തു ജോസഫ് സാറിൻ്റെ കൂടെ എനിക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്, ലാലേട്ടൻ്റെ കൂടെ എനിക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അതൊരു വലിയ അഭിമാനവും സന്തോഷമൊക്കെ പുള്ളി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. നല്ല വേഷവും കാര്യങ്ങളൊക്കെ ആവട്ടെ, എനിക്ക് ഈ കണ്ടുപരിചയം ഉള്ളതുകൊണ്ട് പുള്ളിയാണ് വരുന്നതെന്ന് തോന്നി. ഇതേ ഒരു സ്ഥലത്ത് നമ്മൾ വേറൊരു ഷോട്ടും കൂടി കാണുന്നത് കുറച്ച് റിച്ച് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു അച്ഛനും അമ്മയുമായിട്ടുള്ള 2 പേരിങ്ങനെ നിൽക്കുന്നു. അവിടെ നിന്ന് ഈ യുവാവ് ഇങ്ങനെ തിരിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇയാൾ എന്തായാലും അവിടുത്തെ സ്ഥിരം തടവുകാരനല്ല, മറ്റേ ജയിലിലെ വേഷമൊന്നും ഇട്ടിട്ടില്ല, റിമാൻഡ് തടവോ അന്വേഷണ വിധേയമായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം. പക്ഷേ ഇയാൾക്ക് ജാമ്യം കിട്ടിയില്ല. ജാമ്യം കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു നിരാശയോ അല്ലെങ്കിൽ നമ്മൾ മറ്റേ വരുൺ കഥാപാത്രമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുമായിട്ട് കുറച്ചും കൂടി ചേർന്ന് നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഇതിൽ പോലീസിൻ്റെ അകമ്പടിയോടുകൂടി, അതായത് ഒരു പോലീസുകാരനുണ്ട്, ഒരു മുറിയിൽ നിന്നൊരു യുവാവ് കയ്യിൽ ഒരു സാധനവുമായിട്ട് വരികയാണ്.
ഈ കയ്യിലുള്ള സാധനത്തിൻ്റെ പുറത്തൊരു ചുവന്ന ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്തായിരിക്കും? മിക്കവാറും തെളിവ് വെച്ചിരിക്കുന്ന മുറിയായിരിക്കും. രാത്രി സമയമാണ്, അതും കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അപ്പോൾ തെളിവുമായിട്ട് ഇവർ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. തെളിവിൻ്റെ റൂമിൽ നിന്ന് കോടതിയിലേക്ക് അല്ലെങ്കിൽ ജഡ്ജിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ സാധനം എടുക്കുന്നതായിരിക്കും. രാത്രിയാണ്. അവിടെ ചേർത്ത് വായിക്കേണ്ടത് നമ്മൾ ട്രെയിലറിൽ കേൾക്കുന്ന മറ്റൊരു ഡയലോഗാണ്. ആദ്യമായി ഒരു കോടതി രാത്രി സിറ്റിംഗ് നടത്തുന്നു എന്നുള്ളൊരു അപൂർവത കൂടിയുണ്ടെന്ന്. അപ്പോൾ രാത്രി ഈ സാധനമായിട്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. കോടതി രാത്രിയും പ്രവർത്തിക്കുകയാണ്. അതിനെ ചേർത്ത് വായിക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി സമയത്ത് കോടതിക്ക് പുറത്ത് കൂട്ടം കൂടി നിൽക്കുന്ന ആളുകളും മീഡിയ ഒക്കെ ഉണ്ട്. അപ്പോൾ വളരെയധികം ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളൊരു കേസാണ് എന്ന് നമുക്ക് ഊഹിക്കാം. പിന്നെ ഈ കേസ് എന്ന് പറയുന്നത് അതൊരു പീഡന കേസ് തന്നെയായിരിക്കും. അനശ്വരയുടെ കഥാപാത്രത്തിനെ ഒരാൾ വളരെ മോശമായി കൈകാര്യം ചെയ്തിട്ടുണ്ടാവും. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രെയിലറിൽ ഒരു സ്ഥലത്ത് അനശ്വരയുടെ കഥാപാത്രം ഈ കണ്ണ് മാത്രം കാണാവുന്ന രീതിയിൽ ഫുൾ ഷോൾ ഇട്ട് മൂടിയിട്ട് വന്നിരിപ്പുണ്ട്. അടുത്ത് അച്ഛനും അമ്മയുമായിട്ടുള്ള ജഗദീഷും മറ്റേ ആർട്ടിസ്റ്റ് പുള്ളിക്കാരിയുടെ പേരിപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോൾ അവരവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ സിദ്ദിഖ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് കുട്ടിക്ക് ഓർത്തെടുക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ അതൊരു പെൺകുട്ടിയോടാണ് ചോദിക്കുന്നത്. സാക്ഷി സംസാരിക്കേണ്ട സ്പേസിൽ നിൽക്കുന്ന കുട്ടിയോടാണ് സംസാരിക്കുന്നത്. കുറച്ച് അപ്പുറത്തായിട്ട് പ്രതി നിൽക്കുന്ന സ്പേസ് നമുക്ക് കാണാം. അവിടെ ഒരു യുവാവ് നിൽപ്പുണ്ട്. ഒറ്റ മനുഷ്യനില്ല കോടതിക്കകത്ത്. അത് വക്കീലന്മാരും പ്രതിയും ഈ കുട്ടിയും മാത്രമുള്ള ഒരു സ്പേസിലേക്കൊക്കെ കൊണ്ടുവരണമെങ്കിൽ അതൊരു പീഡനവുമായിട്ട് ബന്ധപ്പെട്ട കേസായിരിക്കണമല്ലോ. ഇനി ഈ പുറത്തേക്ക് കൊണ്ടുവന്ന സാധനം എന്താണ് എന്നുള്ളത്. അതായത് ഈ കേസിനൊരു പ്രത്യേകതയുണ്ട്. അനശ്വരയോട് ഏത് തരത്തിൽ മിസ്ബിഹേവ് ചെയ്തിട്ടുള്ള ആളാണെങ്കിലും ഇയാളെ മറ്റാരും കണ്ടിട്ടില്ല. മാത്രമല്ല ഇതൊരു രാത്രി നടന്ന സംഭവം കൂടിയായിരിക്കണം. കാരണം ഗണേഷ് കുമാറിൻ്റെ കഥാപാത്രത്തിൻ്റെ ശബ്ദത്തിൽ നമ്മൾ കേൾക്കുന്നൊരു കാര്യം, സംഭവം നടന്നതിന് തലേ ദിവസം പ്രതി തൊട്ടടുത്ത വീട്ടിൽ വന്ന് താമസിച്ചതിന് സാക്ഷികളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അയാൾ അവിടെ ഉണ്ടായിരുന്നു. വന്ന് ഈ വീട്ടിൽ ഒരു അതിക്രമം കാണിച്ചിട്ട് പോയിട്ടുണ്ടാവാം. ഈ പ്രതിയെ വേറെ ആരും കണ്ടിട്ടില്ല എന്നാണെങ്കിൽ, അതായത് ഈ പറയുന്ന ഒരു തെളിവ് വെച്ചിട്ട് ഇവർ ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ആളെ ആകെ തിരിച്ചറിയാൻ പറ്റുന്നത് അനശ്വരയ്ക്ക് മാത്രമാണ്. പക്ഷേ ഇന്നയാളാണ് അല്ലെങ്കിൽ അവനാണ് ഇവനാണ് എന്ന് കൈ ചൂണ്ടി പറയാൻ അനശ്വരയുടെ ക്യാരക്ടറിന് പറ്റില്ല. കാരണം പുള്ളിക്കാരിക്ക് കാഴ്ചശക്തിയില്ല. അങ്ങനെ ഒരാൾ എങ്ങനെയാണ് പ്രതിയെ വർണ്ണിച്ചു കൊടുക്കുക? ഇപ്പം നമുക്കൊരു ചിത്രം വരപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് നടക്കണ കേസൊന്നുമല്ല. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? പുള്ളിക്കാരിക്ക് പ്രതിമ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, കളിമണ്ണ് ഉപയോഗിച്ച് രൂപങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ തൻ്റെ മനസ്സിലുള്ള രൂപം, അതായത് ഒരാൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഈ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ മുഖത്തിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അവർക്കൊരു രൂപം ഉണ്ടാവുമല്ലോ. ആ രൂപം പുള്ളിക്കാരി പ്രതിമയാക്കിയിട്ടുണ്ടാവും. ഈ പ്രതിമയാണ് ഗണേഷ് കുമാർ കയറി വരുമ്പോൾ കാണിക്കുന്നുണ്ടാവുക. അവിടെ ഓൾറെഡി ഈ പറയുന്ന കളിമണ്ണ് പരിപാടികളൊക്കെ നടക്കുന്നതുകൊണ്ട് പുള്ളിക്ക് അതിൽ അത്ഭുതമൊന്നും ആദ്യം തോന്നിക്കാണില്ല. പക്ഷേ ഇതാണ് എന്ന് പറയുമ്പോൾ ഇതാണ് ആ ആൾ, അയാളുടെ രൂപം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതേ സാധനം തന്നെയാണ്, അതായത് ആ മാൻഡ്രേക്ക് സാധനം തന്നെയാണ് കോടതിയിലെ തെളിവ് മുറിയിൽ നിന്ന് അവർ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ടാവുക. പിന്നെ ലാലേട്ടൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നു, ആരാണ് സ്പെഷ്യൽ പി എന്ന് ചോദിക്കുന്നു. എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദു അവതരിപ്പിക്കുന്ന കഥാപാത്രമായിരിക്കും ആദ്യം ഈ കേസ് കോടതിയിൽ വാദിക്കുന്നുണ്ടാവുക. പക്ഷേ അദ്ദേഹത്തിന് വിജയിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഈ കഥ കോടതി വിശ്വസിക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാണെന്നുള്ള രീതിയിൽ പുള്ളി ഒരു ചോദ്യം ചോദിക്കുന്നത്. അതിനുശേഷം ഈ കേസ് ഏറ്റെടുക്കേണ്ടി വരുന്നത് എനിക്ക് തോന്നുന്നു ഇതിൽ ഗണേഷ് കുമാറിൻ്റെ ക്യാരക്ടർ അയാളുടെ ഒരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആയിട്ട് എടുക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ആ കുടുംബമായിട്ട് കൂടുതൽ ഈ കേസുമായിട്ട് റിലേറ്റ് ചെയ്ത് നിന്നതുകൊണ്ട് തന്നെ ഇതിലെ പ്രതി ശിക്ഷിക്കപ്പെടണം എന്നൊരു വാശി പുള്ളിക്കുണ്ടാവാം. അങ്ങനെ പുള്ളിക്കറിയാവുന്ന വിജയമോഹൻ എന്ന് പറയുന്ന ആളിലേക്ക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആവാൻ, പബ്ലിക് പ്രോസിക്യൂട്ടർ ആവാൻ വേണ്ടിയിട്ടുള്ള സംഭവം എത്തിപ്പെടുന്നതൊക്കെ ആയിരിക്കാം. എന്തായാലും ലാലേട്ടൻ്റെ ക്യാരക്ടർ എന്നെ കൊണ്ട് ഇത് പറ്റില്ല സാർ, എനിക്കതിന് കോൺഫിഡൻസ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യം പറയുന്നത് ഗണേഷ് കുമാറിനോടാണ്, കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുന്നത് അനശ്വരയോടാണ്. പിന്നെ എനിക്കതിനുള്ള കഴിവില്ല, അതുകൊണ്ടാണ് ഈ കേസ് ഞാൻ ഏറ്റെടുക്കാത്തത് എന്ന് പറയുന്നത് തിരക്കഥാകൃത്ത് കൂടിയായ ശാന്തിയോടാണ്. ലാലേട്ടൻ്റെ ക്യാരക്ടറിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കുറച്ച് നാളുകളായിട്ട്, അതായത് ഈ പുള്ളി എന്തോ സംഭവമൊക്കെ ആയിരുന്നു. കാരണം ഈ പേര് പറയുന്ന സമയത്ത് പ്രിയാമണിയുടെ ഒരു എക്സ്പ്രഷൻ കാണിക്കുന്നത്, കോടതിയിലേക്ക് ലാലേട്ടൻ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് പ്രിയാമണിയുടെ എക്സ്പ്രഷൻ കാണിക്കുമ്പോൾ, അതായത് ഇയാൾ മുൻപെപ്പോഴും ഒരു സംഭവമായിരുന്നു, അങ്ങനെ ആയിരിക്കണമല്ലോ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കരിയറിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് പുള്ളി പിന്നെ കോടതിയിലേക്ക് വന്നിട്ടില്ല, പ്രാക്ടീസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ പുള്ളി വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ഇദ്ദേഹത്തിൻ്റെ ഓരോ ഷോട്ടിലും നോക്കുകയാണെങ്കിൽ ഡ്രസ്സൊക്കെ വളരെ ക്ലീനാണ്. മാത്രമല്ല വീടൊക്കെ കാണിക്കുന്ന സമയത്തും വളരെ അടുക്കി ഒതുക്കി എല്ലാം വെച്ചിട്ടുള്ള, മുറിയൊക്കെ വളരെ സിമ്പിളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ വേണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ പുള്ളി മറ്റേ കരുക്കൾ വെക്കുന്ന പോലെ ആയിരിക്കും. ആദ്യം ഒരു സീഡ് പുള്ളി ഇട്ടിട്ടുണ്ടെങ്കിൽ പുള്ളി കൊയ്തെടുക്കും. അങ്ങനെ ഒരു പ്ലാനിങ് ഉള്ള മനുഷ്യനായിരിക്കും. പക്ഷേ അത് അത്രയും എവിഡൻ്റ് ആയിട്ട് എല്ലാവരുടെയും മുമ്പിൽ കാണിക്കുന്ന ഒരാളായിരിക്കില്ല. പിന്നെ നമ്മൾ ഇഷ്ടം പോലെ ആർട്ടിസ്റ്റുകളെ ഈ ട്രെയിലറിൽ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ മറ്റേ ആളുടെ കൂട്ടുകാരനാണ്, കൂട്ടുകാരിയാണ്, അവിടെ വരുന്നു ഇവിടെ വരുന്നു, സാക്ഷിയാണ് എന്നൊക്കെയുള്ള രീതിയിൽ വരുന്നതായിരിക്കും. അതിൽ ദിനേശ് പ്രഭാകരനെ കാണിക്കുന്നുണ്ട്. പുള്ളി ആ സമയത്ത് പുള്ളിനെ കാണിക്കുമ്പോൾ ഒരു ബ്ലാക്ക് കളർ അംബാസിഡറാണ് ഫോട്ടോയിൽ കാണിക്കാൻ ശ്രമിക്കുന്നത്. അത് മിക്കവാറും ഈ പ്രതി വന്ന വണ്ടി എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രതി അവിടെ ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്ന ഒരു സാക്ഷിയായിരിക്കാം. അതുപോലെ അത് മാത്രമല്ല, മലയാള സിനിമയുടെ തിയറി ഓഫ് ക്ലീഷേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഒരു ജോലിക്കാരി അല്ലെങ്കിൽ എല്ലാ ദിവസവും ആ വീടിൻ്റെ പരിസരത്ത്, ഈ ക്രൈം നടന്ന സ്ഥലത്തിൻ്റെ പരിസരത്തുകൂടി പോകാൻ സാധ്യതയുള്ള ഒരു സാധാരണ
കാരി എന്നുള്ള രീതിയിൽ വരുന്ന ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ കാണുന്നുണ്ട്. പുള്ളിക്കാരി അടിപൊളി ആർട്ടിസ്റ്റാണ്, പല സിനിമയിലും രസമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ലാലേട്ടൻ പറയുന്നത് വിറ്റ്നസിനെ ഇൻറ്റിമിഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പം സിദ്ദിഖ് തിരിച്ചു പറയുന്നുണ്ട്, ഞാനങ്ങനെ ഇൻറ്റിമിഡേറ്റ് ചെയ്യുന്നൊന്നുമല്ല, എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ചോദിക്കും, നിങ്ങൾ മിണ്ടാതെ അവിടെ പോയി ഇരിക്കൂ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവരിതിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സാക്ഷിയാണ്. ഇതിനിടയ്ക്ക് ശാന്തി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനോട് നിങ്ങളാണ് ഇതിനെല്ലാത്തിനും ഉത്തരവാദി എന്നുള്ള രീതിയിൽ ലാലേട്ടൻ ചൂടായിട്ട് പോകുന്നുണ്ട്. അതായത് ജയിക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്തൊരു കേസ് അവരുടെ നിർബന്ധത്തിനും കൂടി വഴങ്ങിയിട്ടായിരിക്കും ലാലേട്ടൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. കോടതി ചെല്ലുമ്പോഴാണ് കുറേയും കൂടി ഈ പ്രശ്നം കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് മനസ്സിലാക്കുന്നതും പുള്ളി ഇത് വിടാം എന്ന് തീരുമാനിക്കുന്നത്. അതായത് എന്തായാലും ഈ കേസിൻ്റെ വാദം നടക്കുന്നതിനിടയിൽ ഒരുപാട് ഇടങ്ങളിൽ വെച്ച് ലാലേട്ടൻ ഇത് ശരിയാവില്ല എന്ന് വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെ പല സമയത്തായി പല കമ്മ്യൂണിക്കേഷൻസും നടക്കുന്നതിൽ അനശ്വര ഏറ്റവും അവസാനം സംസാരിച്ചതിന് ശേഷമായിരിക്കണം ലാലേട്ടന് വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു ട്വിസ്റ്റിംഗ് എലമെൻറ്റോ ക്ലൂവോ അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നത്. ടി വി കാണുമ്പോഴോ മറ്റോ ആണ് പുള്ളി ആദ്യമായിട്ട് ഞെട്ടുന്ന പോലത്തെ ഒരു സംഭവം നമ്മൾ ട്രെയിലറിൽ കണ്ടിട്ടുള്ളത്. മിക്കവാറും ക്ലൈമാക്സിനോടടുത്ത് വാദത്തിൻ്റെ ഒരു സമയത്ത് ഈ സംഭവം നടന്നത് ഒരു രാത്രി സമയത്തായിരിക്കണം. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ രാത്രിയിലെ സിറ്റിംഗ് വെക്കേണ്ട ഒരു ആവശ്യകതയിലേക്ക് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അനശ്വരയുടെ ക്യാരക്ടർ ജന്മന കാഴ്ചശക്തി ഇല്ലാത്ത ഒരാളാണെങ്കിൽ, അതല്ല രാത്രി കാഴ്ചശക്തി കുറയുന്ന അങ്ങനത്തെ ഒരു കാറ്റഗറിയിലൊക്കെ പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ കേസിൽ ഈ ഐഡൻറ്റിഫൈ ചെയ്യുക, ഇപ്പോൾ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട് ഇതുപോലത്തെ ഒരാളാണ് എന്ന് പറയുമ്പോൾ പോലീസ് സാമ്യതയുള്ള മറ്റൊരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അതിലെന്ത് ഉറപ്പാണുള്ളത്? അപ്പോൾ സിമിലർ ആയിട്ടുള്ള ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുള്ളൊരു 3-4 പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട് ഇതിൽ നിന്ന് കറക്റ്റ് പ്രതിമ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമോ, അല്ലെങ്കിൽ ആ എക്സാക്റ്റ് പ്രതിമ ഒന്നുകൂടി ഉണ്ടാക്കുക എന്ന് പറയുന്നൊരു കാര്യം, അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലാണല്ലോ ഇതിൽ നമുക്കൊരു ഉറപ്പുണ്ടാക്കാൻ പറ്റുക. പക്ഷേ എന്തിന് രാത്രി സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ടൊരു കാര്യം. എന്തായാലും ആ വാർത്തയോ മറ്റോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലാലേട്ടന് കിട്ടുന്നൊരു ക്ലൂവിൽ നിന്നായിരിക്കും ഇതിൻ്റെ ക്ലൈമാക്സിലെ പ്രധാന ട്വിസ്റ്റ് ഉണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ഏകദേശം ഒത്തു. പക്ഷേ ഇത് ക്ലൈമാക്സ് വരെ നമ്മളെ പിടിച്ചിരുത്തി കാണിക്കണമെങ്കിൽ ഇവരുടെ കോൺവെർസേഷൻസ് ഭയങ്കര രസമായിരിക്കണം. നിയമപരമായിട്ട് നമുക്കറിയാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണെങ്കിൽ അത് വളരെ എൻഗേജിങ് ആയിട്ട് കാണിക്കണം. പിന്നെ ക്ലൈമാക്സിൽ ഒരു ഗംഭീര ട്വിസ്റ്റ് വേണം. ഇപ്പോൾ ദൃശ്യം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിലും ഓർഡിനറി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും വലിയ സംഭവമൊന്നും അല്ലാത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ കടന്നു പോയിട്ട് ആ ക്ലൈമാക്സ് ട്വിസ്റ്റ് വരുമ്പോഴാണ് നമ്മുടെ കിളി പോകുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് അതിൻ്റെ എഡിറ്റിംഗ് പാറ്റേൺ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഈ സിനിമയിലും ഇതിൻ്റെ ക്ലൈമാക്സിൽ ഒരു തീപ്പരി ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ വേണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ആ ഒരു പഞ്ച് കിട്ടില്ല. പിന്നെ ഈ ട്രെയിലറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീനാണ് മാസ്ക് വെക്കാതെ, മുഖം മറയ്ക്കാതെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന അനശ്വരയുടെ ക്യാരക്ടർ. തൊട്ടടുത്ത് അച്ഛനും അമ്മയുമായിട്ട് അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ നമ്മുടെ പത്രക്കാരൊക്കെ ഇങ്ങനെ സ്ലോയിൽ വരികയാണ്. അതെന്തായാലും ഒരു വിജയിച്ചതിന് ശേഷമുള്ള ഇറങ്ങി വരവാണ്. ആൻഡ് ആ വെയിലിൻ്റെ ഒരു പ്രത്യേകത നോക്കിക്കഴിഞ്ഞാലും രാവിലെ ഒരു 7 മണി 8 മണി അല്ലെങ്കിൽ ഒരു 9 മണി സമയത്തൊക്കെയാണ് ഇത്രയും ഷാർപ്പായിട്ടുള്ള ചരിഞ്ഞിട്ടുള്ള നിഴലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അപ്പോൾ മിക്കവാറും അതൊരു വെളുപ്പങ്കാല സമയമായിരിക്കും, രാത്രിയിലെ സിറ്റിംഗ്. ആ സിറ്റിങ്ങിലായിരിക്കും മിക്കവാറും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു എവിഡൻസ് അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ആർഗ്യുമെൻറ്റ് കോടതിയുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ടാവുക. അതിനൊക്കെ ശേഷമുള്ള ഇറങ്ങി വരവോ അല്ലെങ്കിൽ വിധി പറഞ്ഞതിന് ശേഷമുള്ള അനശ്വരയുടെ ക്യാരക്ടർ വിജയിക്കും, അവർക്ക് നീതി കിട്ടും, അതുറപ്പാണ്. അങ്ങനെ ഇറങ്ങി വരുന്ന ഒരു ഷോട്ടായിരിക്കും അത്. മാത്രമല്ല അതിൻ്റെ കൂടെ ചേർത്ത് വെക്കാൻ പറ്റുന്നത് തൊഴുതുകൊണ്ട് നിൽക്കുന്ന അനശ്വരയുടെ ക്യാരക്ടറും ആൻഡ് അതിനടുത്ത് കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന ലാലേട്ടൻ്റെ ക്യാരക്ടറുമാണ്. ആകെ മൊത്തത്തിൽ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ കടുത്ത എൻഗേജിംഗ് ഒന്നും അല്ലെങ്കിലും ബോറടിക്കാതെ കണ്ടിരിക്കുക, ക്ലൈമാക്സിൽ ഒരു ഗംഭീര ട്വിസ്റ്റ് കിട്ടുക, ഇത്രയൊക്കെയാണ് ഈ സിനിമയിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് പ്രതിമ ഒരു വിഷയം തന്നെയായിരിക്കും. കാഴ്ചശക്തി ഇല്ലാത്ത ഒരാൾ പറയുന്ന തെളിവ്, അയാൾ പറയുന്ന സാക്ഷിമൊഴി, അത് എത്രത്തോളം ശക്തമായി നമ്മൾ എടുക്കണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എത്രത്തോളം കൊടുക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഡിസ്കഷൻ ഒരു പക്ഷേ ഈ സിനിമ സ്റ്റാർട്ട് ചെയ്ത് വെക്കാൻ സാധ്യതയുണ്ട് എന്ന് കൂടി പ്രതീക്ഷിക്കുന്നു. ആൻഡ് നല്ലൊരു സിനിമയാവട്ടെ എന്ന പ്രതീക്ഷയിൽ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.